ശാന്തി. ഏകാഗ്രമായിരുന്ന് ഞാൻ നിശ്ചയം ചെയ്യുന്നു, ഞാനൊരാത്മാവാണ്. ഇതെൻ്റെ ശരീരമാണ്. ഞാൻ ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നും ദൂരെയാകുന്നു. സ്വയം ആത്മാവാണെന്ന നിശ്ചയത്തോടെ ഇരിക്കുന്നു. ഞാൻ ഭ്രൂകുടി മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകാശപുഞ്ചത്തെ കാണുകയാണ്. ആത്മിക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് ദേഹഭാനവും വ്യക്തഭാവവും ഞാൻ സെക്കൻഡിനുള്ളിൽ സമാപ്തമാക്കുന്നു. ഞാൻ ദേഹത്തിലാണെങ്കിലും ദേഹബോധത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നു. ഞാൻ ആത്മാ അഭിമാനിയാണ്. പഴയ ആകർഷണത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഞാൻ സർവരെയും ആത്മരൂപത്തിൽ കാണുന്നു. സംബന്ധ സമ്പർക്കത്തിൽ ആത്മാഭാവത്തിലും ആത്മവൃത്തിയിലും ഇരുന്ന് ഞാൻ സർവരുടെയും സ്നേഹിയായിരിക്കുന്നു. ഇപ്പോൾ സദാ ഈ സ്മൃതിയിലാണ്, ഞാൻ തന്നെയാണ് ആത്മാവ്. ബിന്ദു രൂപമാണ്. ഞാൻ ആത്മാവും ബിന്ദു, ആരെ കാണുമ്പോഴും ബിന്ദു. എൻ്റെ ബാബയാണ് സുപ്രീം ബിന്ദു. ആത്മസ്മൃതിയിലും പരമാത്മസ്മൃതിയിലും ഇരുന്ന് ഞാൻ ആത്മസ്വരൂപത്തിൻ്റെ ആഴമേറിയ അനുഭവം ചെയ്യുന്നു. എൻ്റെ ഒറിജിനൽ ഗുണങ്ങൾ ഇമർജ് ആകുന്നു. ഞാൻ ആത്മാ, ശാന്തി, പവിത്രത, പ്രേമം, സുഖം, ആനന്ദത്തിൻ്റെ നിറഞ്ഞ അനുഭവം ചെയ്യുന്നു. ഞാൻ ശാന്ത സ്വരൂപമാണ്, പവിത്ര സ്വരൂപമാണ്. ഞാൻ ജ്ഞാനസ്വരൂപമാകുന്നു, പ്രേമസ്വരൂപമാകുന്നു, സുഖസ്വരൂപമാകുന്നു. ഞാൻ ആത്മാ അഭിമാനിയാണ്. ദേഹത്തിലാണെങ്കിലും ദേഹബോധത്തിൽ നിന്നും ഞാൻ വേറെയായിരിക്കുന്നു. അത്രയും ബാബയുടെ സ്നേഹിയാണ്, സർവരുടെയും സ്നേഹിയാണ്. ബാബ സർവരിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും സർവരുടെയും സ്നേഹിയാണ്. ഞാൻ ആത്മാ അഭിമാനിയാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാൻ ആത്മീയ സഹോദരനുമാണ്. ആത്മാവ് ആത്മാവിനെ സ്നേഹിക്കുന്നു, ശരീരത്തെയല്ല. ബാബ ദിവസവും അത്ഭുതകരമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ബാബയുടെ വീട്ടിൽ ഓരോ ആത്മാക്കളുടെയും
സെക്ഷനും നിശ്ചയിക്കപ്പെട്ടതാണ്. അതൊരിക്കലും ഇല്ലാതാകുകയോ മാറുകയോ ചെയ്യുന്നില്ല. ഓരോരുത്തരും അവനവൻ്റെ നമ്പർ അനുസരിച്ച് അവരവരുടെ സമയമനുസരിച്ച് വേഷം അഭിനയിക്കാൻ വരുന്നു. ഈ അറിവെല്ലാം കൽപ്പത്തിലൊരു തവണ മാത്രം ലഭിക്കുന്നു. ഈ ജ്ഞാനത്തിൻ്റെ പ്രാരബ്ധം നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ഞാൻ ഭാവിയിൽ നേടുന്നു. ഈ ലോകം പരിവർത്തനപ്പെടാനുള്ളതാണ്. ബാബ പരിവർത്തനപ്പെടുത്തുന്നു. ഞാൻ എവിടെയായാലും അവിടെ ഇരുന്ന് ബാബയെ ഓർമ്മിക്കുന്നു. ഈ ആത്മീയ സ്നേഹം കുട്ടികൾക്ക് ആത്മീയ അച്ഛനോടും പരസ്പരവുമുണ്ട്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഈ സംഗമയുഗത്തിൽ മാത്രം ആത്മീയ അച്ഛൻ വന്ന് ആത്മീയ കുട്ടികൾക്ക് സർവ്വതും മനസ്സിലാക്കി തരുന്നു. കുട്ടികളെ പുഷ്പത്തെ പോലെ പവിത്രമാക്കി പതിതത്തിൽ നിന്നും പാവനമാക്കി കൂടെ കൊണ്ടുപോകുന്നു. ഞാൻ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബാബയെ ഓർമ്മിക്കുന്നു. ഞാൻ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബാബയെ ഓർമ്മിക്കുന്നു. മനുഷ്യർ ദേഹാഭിമാനത്തിൽ വരുന്നു. ബാബ ദേഹി അഭിമാനിയാക്കുന്നു. ഞാൻ എന്നെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്നു. ജ്ഞാന സൂര്യൻ ഉദിച്ചു. അജ്ഞാന അന്ധകാരം ഇല്ലാതായി. ഈ സമയം എനിക്ക് ജ്ഞാനമുണ്ട്. ഇത് രാവണ രാജ്യമാണ്. അവിടെ സത്യയുഗത്തിൽ രാവണ രാജ്യമില്ല. ഒരു വികാരവുമില്ല, ദേഹാഭിമാനവുമില്ല. അവിടെ ആത്മാഭിമാനിയായി ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു. അവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ആ ലോകം അമരലോകമാണ്. അവിടെ യോഗാഗ്നിയിലൂടെയാണ് ഞാൻ ജീവിച്ചത്. സമയമാകുമ്പോൾ സ്വയം ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് തീവ്രഗതിയിൽ ചെറിയ കുട്ടികളിൽ പ്രവേശിക്കുന്നു. എല്ലാ ആത്മാക്കളും ശരീരം ഉപേക്ഷിച്ച് ബാബയുടെ സമീപത്തേക്ക് പോയിരിക്കുകയാണ്. നിരാകാരി ലോകത്തിൽ ആത്മാക്കൾ ചെറിയ സ്ഥലത്തിരിക്കും. ഈ എല്ലാ കാര്യങ്ങളും കൽപ്പം കൽപ്പം ഒരേ ഒരു ബാബ മനസ്സിലാക്കി തരുന്നു. എനിക്ക് ബാബയിൽ നിന്നും രാജ്യ പദവി നേടണം. ഞാൻ ആത്മാവ് ബാബയുടെ കുട്ടിയാണ്. ഇത് ഞാൻ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി ഉറച്ച നിശ്ചയം വെക്കുന്നു. ഞാൻ ബാബയിലൂടെ എല്ലാം മനസ്സിലാക്കി ആസ്തികനായിരിക്കുന്നു. ബാബയുടെ ശ്രീമതമാണ് ബാബയെ മനസ്സിലാക്കൂ,
സുദർശന ചക്രധാരിയാകൂ. ഞാൻ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഈ ചിന്തനം ചെയ്യുന്നു, ഞാൻ ആത്മാവാണ്, പരമധാമ നിവാസിയാണ്, ഇവിടെ പാർട്ട് ടൈം അഭിനയിക്കാൻ വന്നിരിക്കുന്നു. ബാബ ബ്രഹ്മ ശരീരത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഓർമ്മ സഹജമായി മാറുന്നു. ആത്മീയ അച്ഛന് ഞാൻ ആത്മാവ് അതിയായി സ്നേഹിക്കുന്നു. പരസ്പരം ആത്മീയ സ്നേഹത്തോടെ കഴിയുന്നു. ആത്മാഭിമാനിയാകുന്നതിൻ്റെ പരിപൂർണ അഭ്യാസം ചെയ്യുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്മൃതി സ്വരൂപമാകുന്നു. പരിധിയുള്ള പ്രതീക്ഷകളിൽ നിന്ന് മുക്തമായിരുന്ന് സർവ പ്രശ്നങ്ങളിൽ നിന്ന് ദൂരെയായിരിക്കുന്ന പ്രസന്നചിത്തരായി ഭവിക്കൂ. ഞാൻ ഒരിക്കലും പ്രശ്നചിത്തരാവില്ല. സദാ നിസ്വാർത്ഥവും നിർദോഷിയുമാകുന്നു. ഏതു പരിതസ്ഥിതിയിലും സന്തുഷ്ടതയുള്ളത് കാരണം പ്രസന്നചിത്തരായിരിക്കും. ഞാൻ വ്യർത്ഥത്തിൻ്റെ ചെക്കിങ് ശ്രദ്ധയോടെ ചെയ്യുന്നു. ഓം ശാന്തി.